നേരെ പോകുന്നത് പാലായിലേക്കാണ്. പാലാ നഗരസഭയിൽ ഭരണസമിതിക്കെതിരെ LDF അവിശ്വാസം കൊണ്ടുവന്നതോടെ പ്രതിസന്ധിയായിരിക്കുന്നത് കോൺഗ്രസ് ആണ്. കാരണം കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം നിലവിലെ ചെയർപേഴ്സണ് പിന്തുണ പിൻവലിച്ച് പ്രമേയം പാസാക്കിയിരുന്നു. ആ പ്രമേയം അവർ DCCക്കും KPCCക്കും അയച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. സ്വാഭാവികമായും LDFന്റെ വളരെ തന്ത്രപ്രധാനമായ ഒരു നീക്കം വന്നിരിക്കുന്നു. ഈ അവിശ്വാസം വരുമ്പോൾ കോൺഗ്രസ് നേതൃത്വം എന്തു ചെയ്യും? പിന്തുണയ്ക്കുമോ അതോ പിന്തുണയ്ക്കാതിരിക്കാൻ പറ്റുമോ? അങ്ങനെയാണ് സംഭവം വന്നിരിക്കുന്നത്. വല്ലാത്തൊരവസ്ഥയാണ് കേട്ടോ പാലാ നഗരസഭയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഏറ്റവും ചെറുപ്രായത്തിലുള്ള ഒരു ചെയർപേഴ്സൺ അധികാരമേറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ വാർത്തകളൊക്കെ മാധ്യമങ്ങളിൽ വന്നിരുന്നു. പക്ഷേ ഭരണപരിചയമോ അതല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു ഇടപെടലോ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ആ ഭരണസമിതി അവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. വലിയ ബുദ്ധിമുട്ടിലേക്ക് സ്വന്തം കൗൺസിലർമാർക്ക് പോലും പ്രശ്നങ്ങൾ നേരിടുന്നൊരവസ്ഥയിലേക്കാണ് പാലാ നഗരസഭ എത്തി നിൽക്കുന്നത്. നേരത്തെ നമ്മൾ കണ്ടതാണല്ലോ, അവിടെ കോൺഗ്രസ് കൗൺസിലർമാർ തന്നെ ചെയർപേഴ്സണെതിരെ പരാതി പറയുന്നത്. ഏതായാലും പുളിക്കക്കണ്ടം കുടുംബവും കോൺഗ്രസും തമ്മിലുള്ള പ്രശ്നം അത് ഒരു വഴിക്ക് നിൽക്കുന്നു. ഇപ്പോൾ ഇതാ LDF അവിശ്വാസം മുന്നോട്ട് വച്ചിരിക്കുന്നു. കാരണം നഗരസഭാ ഭരണം വല്ലാതെ പ്രതിസന്ധിയിലേക്ക് പോകുന്നു. ജനങ്ങളുടെ ആവശ്യങ്ങൾ നടക്കുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. സനോജ് ഉണ്ട് എന്നോടൊപ്പം കോട്ടയത്ത് നിന്ന്. സനോജ്, ഗുഡ് മോർണിംഗ്. സനോജ്, നമ്മുടെയൊക്കെ നഗരസഭയാണ്, നമ്മുടെ പരിസരത്തുള്ള നഗരസഭയാണ്, ആകപ്പാടെ അലമ്പാണ്, പ്രശ്നമാണ്. ഇപ്പോൾ ഇതാ LDF അവിശ്വാസ പ്രമേയം നൽകിയിരിക്കുകയാണ്. കോൺഗ്രസ് എന്ത് ചെയ്യും? അതൊരു രസകരമായ കാര്യമാണല്ലോ ഈ സാഹചര്യത്തിൽ. തീർച്ചയായിട്ടും കലുഷിതമായ സാഹചര്യത്തിലൂടെയാണ് പാലായിൽ കാര്യങ്ങൾ കടന്നു പോകുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. മനു സൂചിപ്പിച്ചതുപോലെ തന്നെ കോൺഗ്രസിന്റെ തീരുമാനം ഈ കാര്യത്തിൽ ഏറെ നിർണായകമാണ്. സാധാരണ നിലയിൽ ഈ ഭരണസമിതിക്കെതിരെ പ്രതിപക്ഷമാണ് ഭരണത്തെ എങ്ങനെയെങ്കിലും പുറത്താക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തുക. എന്നാൽ ഇവിടെ പാലായിൽ നേരെ മറിച്ചാണ് കാര്യങ്ങൾ. ഭരണസമിതിയിൽ തന്നെ ഭരണകക്ഷിയെ പുറത്താക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി കോൺഗ്രസ് ഭരണത്തിൽ വിശ്വാസമില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് 6 കോൺഗ്രസ് അംഗങ്ങൾ ഏകപക്ഷീയമായി ഒരു പ്രമേയം പാസാക്കി സ്വതന്ത്ര മുന്നണിക്കുള്ള പിന്തുണ പിൻവലിക്കണമെന്നും അധികാരത്തിൽ തുടരാൻ താല്പര്യമില്ല എന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രമേയം പാസാക്കി നേതൃത്വത്തെ അറിയിക്കുന്ന സാഹചര്യമാണ്. ഇതോടുകൂടി പാലാ നഗരസഭയിൽ ഭരണ പ്രതിസന്ധി രൂക്ഷമായി. UDFനുള്ളിൽ കലുഷിതമായ സാഹചര്യം, തർക്കങ്ങൾ രൂക്ഷമാകുന്നു. കോൺഗ്രസിനെ തള്ളിക്കൊണ്ട് കഴിഞ്ഞ ദിവസം K. ഫ്രാൻസിസ് ജോർജ് MP അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 6 മാസം മധുവിധു കാലഘട്ടത്തിൽ തന്നെ തുടങ്ങിയ തർക്കമാണ്. ആ തർക്കത്തിനിടയിൽ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി പലതവണ നേതൃത്വം ഇടപെട്ടു. അതിൽ നേതൃത്വപരമായ പങ്ക് വഹിച്ച ഒരാൾ കൂടിയാണ് ഫ്രാൻസിസ് ജോർജ് MP. ഒപ്പം തന്നെ DCC നേതൃത്വം, കോൺഗ്രസിൻ്റെ സംസ്ഥാനതല നേതാക്കന്മാരൊക്കെ തന്നെ ഇടപെട്ടാണ് മുൻപ് പലപ്പോഴും തർക്കങ്ങൾ ഉണ്ടായപ്പോൾ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചിരുന്നത്. എന്നാൽ തർക്കം പലതവണ ഉണ്ടായി. എന്നാൽ ഏറ്റവും ഒടുവിൽ കോൺഗ്രസ് അംഗങ്ങൾ പ്രമേയം പാസാക്കി നേതൃത്വത്തെ അറിയിച്ചു. ഇതിനെതിരെ കേരള കോൺഗ്രസിന് 3 അംഗങ്ങളാണ് പാലാ മുനിസിപ്പാലിറ്റിയിലുള്ളത്. ഒപ്പം തന്നെ മാണി സി കാപ്പൻ്റെ ഒരംഗവും. അങ്ങനെ 4 പേരുടെ ഘടകകക്ഷികൾ ആളുകളുണ്ട്. അവർക്ക് 4 പേർക്കും കോൺഗ്രസ് നിലപാടിനോട് കടുത്ത അതൃപ്തിയാണ്. കോൺഗ്രസ് ഏകപക്ഷീയമായ നിലപാടാണ് ഈ കാര്യത്തിൽ സ്വീകരിച്ചത് എന്നും UDFുമായി കൂടിയാലോചിക്കാതെയാണ് ഇത്തരമൊരു തീരുമാനവുമായി മുന്നോട്ട് പോയി പ്രമേയം പാസാക്കിയത് എന്നുള്ളതുമാണ് K. ഫ്രാൻസിസ് ജോർജ് കഴിഞ്ഞ ദിവസം തുറന്നടിച്ചത്. എന്തായാലും കോൺഗ്രസ് നിലപാടിൽ ഘടകകക്ഷികൾക്ക് കടുത്ത എതിർപ്പ് പുലരുന്നതിനിടയിൽ നഗരസഭാ ഭരണം സ്തംഭനാവസ്ഥയിൽ എത്തിയിരിക്കുന്നു. കാര്യങ്ങൾ നടക്കാത്ത ഒരു സാഹചര്യമുണ്ട്. ഈ ഘട്ടത്തിലാണ് ഒരു രാഷ്ട്രീയ നീക്കവുമായി LDF മുന്നോട്ട് വരുന്നത്. ആദ്യഘട്ടം മുതൽ തന്നെ അവിശ്വാസവുമായി മുന്നോട്ട് പോകേണ്ടതില്ല, അധികാരത്തിൽ കടന്നുകൂടേണ്ട സാഹചര്യമില്ല, സ്വതന്ത്ര മുന്നണിയുമായി ഒരു തരത്തിലുള്ള പിന്തുണയും സ്വീകരിക്കുകയില്ല. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഇടതുപക്ഷത്തിൻ്റെ നിലപാട്. ഇതിനിടയിലാണ് ഈ അവിശ്വാസം. ഭരണമുന്നണിയിൽ ഇത്തരത്തിൽ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, നഗരസഭയുടെ പ്രവർത്തനം പിന്നോട്ട് പോകുന്ന അവസ്ഥ ഉണ്ടാകുമ്പോൾ അത് ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു രാഷ്ട്രീയ നീക്കം തങ്ങൾ നടത്തുന്നത് എന്നുള്ളതാണ് ഇന്നലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ആൾ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും LDFിലെ 12 അംഗങ്ങൾ ഒപ്പിട്ടുകൊണ്ടുള്ള അവിശ്വാസത്തിനുള്ള നോട്ടീസ് ഇന്നലെ നൽകി കഴിഞ്ഞിരിക്കുകയാണ്. 15 വർക്കിംഗ് ഡേയ്സിനിടയിൽ ഈ അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കും. സ്വാഭാവികമായും ഈ കാര്യത്തിൽ കോൺഗ്രസിൻ്റെ നിലപാട് നിർണായകമാണ്. കാരണം കോൺഗ്രസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭരണമുന്നണിയിൽ തങ്ങൾക്ക് വിശ്വാസമില്ല, അതുകൊണ്ട് ഈ ഭരണത്തിനോടുള്ള പിന്തുണ തങ്ങൾ പിൻവലിക്കുകയാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് 6 അംഗങ്ങളുള്ള കോൺഗ്രസ് പ്രമേയം പാസാക്കി ഒപ്പിട്ട് നൽകിയിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ ഈ അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്ക് വരുമ്പോൾ കോൺഗ്രസ് അംഗങ്ങൾ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഫ്രാൻസിസ് ജോർജ് പറഞ്ഞത് പാലാ പോലെയുള്ള ഒരു നഗരസഭാ ഭരണം പെട്ടെന്ന് അങ്ങനെ അവസാനിപ്പിക്കാൻ കഴിയുകയില്ല, ആ വിഷയങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം കേരള കോൺഗ്രസ് എമ്മിനെ എങ്ങനെയും അധികാരത്തിൽ നിന്നും പുറത്താക്കുക എന്ന രാഷ്ട്രീയ ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഒരു കുടുംബത്തിൽ നിന്നും വിജയിച്ചു വന്ന 3 അംഗങ്ങളുടെ പിന്തുണയോടുകൂടി നഗരസഭാ ഭരണം UDF പിടിച്ചടക്കിയത്. പ്രത്യേകിച്ച് അവിടുത്തെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി LDF ആയിരുന്നു. LDFന്
12 അംഗങ്ങളുടെ പിന്തുണയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ കോൺഗ്രസിന് അത്രത്തോളം പിന്തുണ ഉണ്ടായിരുന്നില്ല. 10 പേർ മാത്രമാണ് UDF ഉണ്ടായിരുന്നത്. എന്നാൽ സ്വതന്ത്ര മുന്നണിയിലെ 3 പേരും ഒപ്പം തന്നെ ഒരു സ്വതന്ത്ര വിമതയായിട്ട് മത്സരിച്ച ഒരു അംഗത്തിൻ്റെയും പിന്തുണയോടുകൂടിയാണ് പാലാ നഗരസഭാ ഭരണം UDF പിടിച്ചടക്കിയത്. പക്ഷേ പിടിച്ചെടുത്തെങ്കിൽ കൂടിയും അന്ന് മുതൽ തുടങ്ങിയ കലഹമാണ് ഇങ്ങനെ നീണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും LDF ഏറ്റവും ഒടുവിൽ അവിശ്വാസം കൊണ്ടുവന്നിരിക്കുന്നു. അത് ഏറെ രാഷ്ട്രീയ ചർച്ചയ്ക്ക് വഴി തുറന്നിരിക്കുകയാണ് മനു.